ഇവിടെ എല്ലാവരും കേരളത്തിൻ്റെ വിജയത്തെപ്പറ്റി അല്ലെ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിച്ച് കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻഡസ്ട്രി ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽസുകാരെ ധനം കൊണ്ട് സഹായിച്ച്, അതായത് സാമ്പത്തികമായ കാര്യമാണ് ഏത് ബിസിനസ്സിൻ്റെയും അടിസ്ഥാനം. ഒരു അച്ചുതണ്ട് അതുമാണ്, സമ്പത്താണ് അതിൻ്റെ അച്ചുതണ്ട്. ആ അച്ചുതണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവരെ സാധാരണക്കാരനെ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം. അപ്പോൾ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ചിറ്റ് ഫണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു പരിപാടി, ഒരു ഗ്രാമത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അത് ഇന്നൊരു ഇൻഡസ്ട്രിയൽ ലെവലിൽ ഇന്ന് ഇന്ത്യയിലെ 15 സ്റ്റേറ്റിലും സുഗമമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി എന്നെ സംബന്ധിച്ചൊരു സക്സസ്. പല ആളുകളും പരാജയപ്പെട്ട ഫീൽഡാണെങ്കിലും ഞാനത് വിജയിച്ചതിൻ്റെ കാരണം ജനങ്ങളുടെ സൗഹാർദ്ദം, സഹകരണമാണ്. കാരണം ഇന്ന് സമ്പത്ത് അല്ലെങ്കിൽ ധനം കൊടുത്ത് തിരിച്ചു വാങ്ങി വന്നത് ബാങ്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കഠിനമായ ഒരു കാര്യമാണ്. ആ കാര്യം ഞാൻ സക്സസ്സായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിജയിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ 15 സ്റ്റേറ്റിലും കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും ഞാൻ കേരളത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ കുടുംബത്തിൽ എത്ര പേര് എന്നോട് ചോദിക്കും. എല്ലാവരും മദ്രാസ് താമസക്കാരാണ്. എന്താ ഇവിടെ കേരളത്തിൽ തന്നെ മാത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഒരു സ്നേഹം എന്ന് പറയുന്നത്, കേരളത്തോടൊരു സ്നേഹം. കാരണം ഇവിടെ എൻ്റെ പഠിച്ച ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് വിദ്യാഭ്യാസത്തിലാണ്. കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി, നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഏത് നാട്ടിൽ പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ 5-10 പേരുകൾ ഇവിടെ നമ്മൾ അവാർഡ് സമ്പാദിച്ചു. അവരൊക്കെ സ്വന്തം പ്രയത്നത്തിൽ ഉണ്ടാക്കിയവരാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ പ്രയോജനം കൊണ്ട് മാത്രമൊന്നുമല്ല, പക്ഷെ അതുപോലെ ഇനി നടക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വിദ്യാഭ്യാസത്തെ ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ 11th സ്റ്റാൻഡേർഡ് പാസ്സായ കുട്ടിക്ക് അവൻ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയാൻ പാടില്ലാത്ത, അവനേതെങ്കിലും ക്ലാസ് കൊടുത്ത് എന്ത് കാര്യം? അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് 5ാം ക്ലാസ് വരെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് 5ാം ക്ലാസ്സിന് ശേഷം അവർക്ക് എന്തിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ താല്പര്യമുള്ള സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അത് ഏറ്റവും നല്ലത്. ഞാൻ വിദ്യാഭ്യാസ സ്കോളേഴ്സോടൊക്കെ സംസാരിച്ച് എനിക്ക് മനസ്സിലായി, ഫോറിൻ വിദ്യാഭ്യാസം അങ്ങനെയാണ്. 12ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്ക് കാണാത്ത കുട്ടികളാണ് അവിടെ നല്ല മിടുക്കന്മാരായി വളരുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന് ഒരു ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന്. അതുകൊണ്ട് പ്രബുദ്ധരാകുക എന്നത് അതിൻ്റെ സാങ്കേതികമായ അവരുടെ കഴിവുകളെ വളർത്തുക എന്നതാണ്. 5ാം ക്ലാസ് വരെ അവർ വിദ്യാഭ്യാസം കൊടുത്ത് 5ാം ക്ലാസ്സിന് ശേഷം അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് മാത്രം കൊണ്ടുപോകുക. ഒരു മ്യൂസിക് ഏറ്റവും താല്പര്യമുള്ള കുട്ടി കണക്ക് നിർബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ട് വേസ്റ്റാണ്, നമ്മൾ ആ സമയം വേസ്റ്റാണ്. അപ്പോൾ അവർ ഏത് സബ്ജക്റ്റ് ഏതാണ് ഒരു കുട്ടിക്ക് ഏറ്റവും താല്പര്യം, ആ സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ നമുക്ക് ഏറ്റവും നല്ല ലോകം മുഴുവനും പ്രതീക്ഷിക്കുന്ന മലയാളികളെയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഉയർന്നു നിൽക്കുന്ന സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ മലയാളികളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ പഠിച്ച കുട്ടികൾക്ക് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ സ്വന്തം താല്പര്യം എടുത്ത് ഇങ്ങനെ പഠിക്കുന്നവരുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളെയും നമുക്ക് നാട്ടിൽ തന്നെ അവരെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമുക്കിന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സാഹചര്യം നമ്മൾ അധികാരികൾ എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല. ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു നല്ല കാട്ടിൽ കുട്ടി നടക്കുമ്പോൾ ചെറിയ മുള്ളും കള്ളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. കേരളം എന്നത് ഇന്നൊക്കെ എന്തിൻ്റെ പേരിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പോലെ ഒരു സൗഹൃദമായ ഒരു നാട് വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അഭിമാനമാണ്.
നമ്മുടെ മദർ കൺട്രി, നമ്മൾ ജനിച്ച നാടിന് വേണ്ടി നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഏറ്റവും നമുക്ക് സന്തോഷമായിരിക്കും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ നമ്മുടെ ചീഫ് സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഓരോരുത്തരും അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. പക്ഷെ നല്ലൊരു കേരളം, സ്നേഹസമ്പന്നമായ ഒരു കേരളം, നമ്മുടെ ഇൻഡസ്ട്രിയൽ കേരളം, അല്ലെങ്കിൽ വിദ്യാസമ്പന്നമായ ഒരു കേരളം, ഒരു നല്ല ഒരു കാരണം. ഇവിടെ ടൂറിസത്തെ പറ്റി പറയും. ഏറ്റവും കൂടുതൽ ടൂറിസം ഇവിടെ ആരും സൂചിപ്പിച്ചു, മറ്റുമൊക്കെ കൃത്രിമമായുള്ള ഒരു ടൂറിസമാണ്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം നേച്ചുറായിട്ടുള്ള ടൂറിസമാണ്. അതൊന്ന് ഡെവലപ്പ് ചെയ്ത് മാത്രം മതി. അതിനുവേണ്ടി ഇത് കേരളത്തിന് ഏറ്റവും വരച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ ടൂറിസം. അപ്പം പിന്നെ മാത്രമല്ല പിന്നെ ആയുർവേദം, ഇതൊക്കെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ നിവർത്തിക്കണമെങ്കിൽ ഓരോ കേരളീയനും നമ്മുടെ കേരളം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ഏത് കഴിവുണ്ടെങ്കിലും ആ കഴിവിനെ ഉപയോഗിച്ച് കേരളത്തെ ഡെവലപ്പ് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.